അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും മനസ്സറിഞ്ഞ് കുശാലായിട്ട് ഒന്നും ഉണ്ടെങ്കിൽ ഇങ്ങനെ തൂശനില മുറിച്ചു വെച്ചു തുമ്പപ്പൂൻ ചോറ് വിളമ്പി ആശിച്ച കറികളെല്ലാം ഇങ്ങനെ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ 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 ഇവന് നാടിനോട് സ്നേഹമുണ്ട്. എന്റെ മരുമോനല്ലേ, മണ്ണിന്റെ മണം പാരമ്പര്യമായിട്ട് കിട്ടാണ്ടിരിക്കോ? നീ കഴിക്ക് ഞാനില്ല ഇവിടെ. കുഞ്ഞച്ചനൊന്നും മിണ്ടാതിരുന്ന് കഴിക്കുന്നുണ്ടോ? കണ്ട, എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ അപ്പൊ എന്റെ മെക്കിട്ട് കയറും. ഞാൻ ഒറ്റന്നടിയായി പോയില്ലേ? ഇവരുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ മാത്യുച്ച? ഏതായാലും ഇത്രയും വൈകിയില്ലേ, ആനയുടെ എക്സാം കൂടെ തീർന്നോട്ടെ. എന്താ സണ്ണി? നടത്തുകയാണെങ്കിൽ പരുമല പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് നടത്തണം. കല്യാണവും പെരുന്നാളും കൂടി കൂട്ടി ഇങ്ങനെ കുഴക്കാൻ ഞാൻ സമ്മതിക്കില്ല. കല്യാണം വേറെ, പെരുന്നാള് വേറെ. പെരുന്നാള് വേറെ, കല്യാണം വേറെ. ഇത് രണ്ടും വെവ്വേറെ. കുഞ്ഞച്ചൻ വേഗം കഴിച്ചിട്ടൊന്ന് എണ്ണീറ്റേ. ഞാൻ സമ്മതിക്കില്ല പെങ്ങളെ. പ്രദർശനം പന്തലിന് തുടങ്ങിയ തെക്കേ അങ്ങാടി വഴി ഇറങ്ങിയിട്ട് വലിയ അങ്ങാടിയിൽ കേറിയാ മതി. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഏട്ടഞ്ഞാ എനിക്ക് വെട്ടുപോത്തിന്റെ സ്വഭാവ. എന്താ അല്ല, എന്നാ പിന്നെ കൈ കാണണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അയ്യടാ, നീ ഇവിടെ എന്തെടുക്കുവാ? സണ്ണി ചായ ചോദിച്ചിട്ട് നേരെ നിന്റെ ഇംഗ്ലീഷ് ഒന്നും എന്നോട് പറയണ്ട. ഇങ്ങോട്ടാ. മൈ ഡിയർ മമ്മിച്ചി, എനിക്ക് ഈ സൈക്കാട്രിസ്റ്റിൽ മുമ്പിൽ ചെല്ലാൻ ഭയങ്കര പേടിയാ. അതെന്താ? അവര് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാം പുറത്തു വരും. എവറിത്തിങ് ഈസ് കം ഔട്ട്. നമുക്കും ഇല്ലേ മമ്മിച്ചി ചിലരെ രഹസ്യങ്ങൾ? നീ ഇതുകൊണ്ട് കൊടുക്ക. അല്ല, ഞാൻ കൊടുക്കണോ മമ്മിച്ചി കൊടുക്കണോ? കൊണ്ട് കൊടുക്കടാ. ഓക്കെ മമ്മിച്ചി. Would you like to have some cheese, sir? Tea? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇതിലേക്ക് ഒഴുക്കി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. Sorry, sir. നീ ആര് വാസ്കോടി അമ്മയുടെ കൊച്ചുമോനോ? മലയാളത്തിൽ പറയടാ. I'm really sorry, sir. അയ്യടാ. Sir, tea. What do you prefer for dinner, sir? Any continental, Chinese, Indian or Kerala style kanji and pyro chowmandi? കഞ്ഞിയും പയറും മതി. Okay, sir. ഇവൻ ആളത്ര ശരിയല്ല. ഒരു കള്ളലക്ഷണം ഉണ്ട്. മുഖത്ത് നോക്കി സംസാരിക്കാത്തവരെ വിശ്വസിക്കാൻ പറ്റില്ല. മുഖത്ത് നോക്കടാ, ഇവിടെ നോക്കടാ. മാർക്കറ്റിൽ പോകുമ്പോഴാണ് കണ്ടത്. അറിയാതെ നോക്കിപ്പോയി. അപ്പോഴവിടെ ചിരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പേര് വെച്ചത്. ആദ്യം പറഞ്ഞില്ല. then I asked again and again. അപ്പോൾ നാൻസി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഐ ലവ് യു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ലാതെ എനിക്ക് ആരോടും പ്രേമമൊന്നുമില്ല. ഇവനാണ് മോശമില്ലല്ലോ. ഇവ പെണ്ണുപിടുത്തക്കാരനാ. ഇവന് വീട്ടിലെടുത്താൻ കൊള്ളത്തില്ല. ഇപ്പൊ തന്നെ പറഞ്ഞു. സണ്ണി, ഇപ്പൊ തന്നെ ഇവനെ കണക്കാക്കി തീർത്ത് പറഞ്ഞു വിട്ടേക്ക്. ഇങ്ങനെയുള്ളൊരു വീട്ടിലെടുത്താൻ പറ്റില്ല. എന്നിട്ട് കുഞ്ഞച്ചൻ എവിടെ നിൽക്കും? അതെങ്ങനെ ഞാൻ നിൽക്കുക? നിങ്ങളുടെ എസ്റ്റേറ്റ് മർമ്മൊക്കെ വേറെ ആരും നോക്കും? ഇപ്പൊ തന്നെ അവിടെ എന്തൊക്കെയാ നടന്നിട്ടുള്ളത് ആർക്കറിയാം? തേങ്ങ വെട്ടിയിട്ടില്ല, അടയ്ക്ക പറിച്ചിട്ടില്ല. ഒരു യഥാർത്ഥ കൃഷിക്കാരന്റെ ദണ്ണം അമേരിക്കയിലും ആഫ്രിക്കയിലും മനസ്സിലാവോ? കൃഷിക്കാരന്റെ വേദന വേദന തന്നെയാ. തുടങ്ങിയോ രാവിലെ തന്നെ വലിച്ചു കയറ്റാൻ? തുടങ്ങി. എന്തെങ്കിലും കാരണം കിട്ടിയാ അപ്പൊ എന്റെ മെക്കിട്ട് കയറും. ഞാൻ ഒറ്റന്നരിയായി പോയില്ലേ? സണ്ണി, വീട് പൂട്ടിക്കെട്ടി ഇവിടെ നിന്നിട്ട് ഒരു സമാധാനവും ഇല്ല. ഞങ്ങള് നാളെ അങ്ങ് പോട്ടെ മോനെ. അമ്മച്ചി കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി. അവിടെ ചെന്നാലും ഒറ്റയ്ക്കല്ലേ? അത്രയ്ക്ക് സഹതാപം ഉണ്ടെങ്കിലേ വേഗം ആ പെണ്ണിനെ കെട്ടി അമ്മച്ചിയുടെ കൂടെ നിർത്ത്. അപ്പൊ അമ്മച്ചിക്ക് ഒരു സഹായാവും. അതൊന്നും വേണ്ട. പെണ്ണ് കെട്ടി നീ ഇവിടെ അങ്ങ് സുഖമായിട്ട് ജീവിച്ചാ മതി. അമ്മച്ചിക്ക് അതല്ലാതെ വേറെ ആഗ്രഹമൊന്നുമില്ല. ഹലോ റോയ്, ഈ സൺഡേ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. വന്നിട്ട് വിളിച്ചില്ല, കണ്ടില്ല, മിണ്ടിയില്ല എന്നൊക്കെ ഒരുപാട് പരിഭവം ഉണ്ടാവും നിനക്ക് പറയാൻ. അമ്മായിയപ്പൻ കയ്യോടെ കസ്റ്റഡിയിലെടുത്തു, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. നിനക്ക് മാറ്റമൊന്നുമില്ല. ഒരല്പം നര കയറിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. നീ സ്മാർട്ട് ആയിട്ടുണ്ട്. ആൻഡ് ലുക്ക് യങ് ഓൾസോ. സായിപ്പിന്റെ കള്ളിന്റെ ഗുണം. അതോട്ടോ. എങ്ങനെയുണ്ട് ഡോക്ടർ അവിടെ? രോഗികളൊക്കെ ഉണ്ടോ അതോ ഈച്ചടിച്ചിരിക്കുകയാണോ? റെഡി? ഇത് ഡോക്ടർ റോയ്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് വേണമെങ്കിൽ പറയാം. 2-3 ദിവസം ഇവിടെ കാണും. നല്ല നാടൻ സംഘടിപ്പിക്കണം, കുറെ ചിക്കനും. തീറ്റയാണ് പ്രധാന ഹോബി. മുഖത്ത് നോക്കിക്കോടോ, സൈക്കാട്രിസ്റ്റ് അല്ല ENT. സാർ കുടിക്കാൻ ചായ കാപ്പി കോല എന്തായാലും ഓക്കെ സാർ.
സൈക്കാട്രിസ്റ്റ് മുഖത്ത് നോക്കിയ മനസ്സിലുള്ളത് മുഴുവൻ അറിയാൻ കഴിയുമെന്ന പുള്ളി ധരിച്ചു വെച്ചിരിക്കുന്നത്. Come on. എന്താ റോയ്, വന്നപ്പോ മുതൽ നീ വളരെ മൂടിയായിരിക്കുന്നത്. എന്ത് പറ്റി നിനക്ക്? സണ്ണി, ഒരു വല്ലാത്ത ടെൻഷനിലാണ് ഞാനിപ്പോ. ഐ നീഡ് യുവർ ഹെൽപ്പ്. ടെൽ മീ വാട്ട്സ് ദ മാറ്റർ? രേഷ്മ, അവൾക്ക് നല്ല സുഖമില്ല. ഒരു മുറി പൂട്ടിയിട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഐ തിങ്ക് ഷീസ് മെന്റലി ഇൽ. നിനക്ക് ഓർമ്മയില്ലേ രേഷ്മയെ? കളിയും ചിരിയും പാട്ടും ഒക്കെയായി എന്ത് സ്മാർട്ടായിട്ടുള്ള കുട്ടിയായിരുന്നു. ഇപ്പോ എത്ര നാളായി? ഐ മീൻ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു മാറ്റമായിരുന്നോ അതോ പെട്ടെന്ന് സംഭവിച്ചാണോ? ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കോളേജ് അടച്ച് ഇന്നലെയാണ് അവൾ വീട്ടിൽ വന്നത്. ഹോസ്പിറ്റലിലെ തിരക്ക് കാരണം പോയി കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് സമയം കിട്ടിയില്ല. ട്രെയിനിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അവൾ മൂടിയായിരുന്നു. ആരോട് സംസാരിച്ചില്ല, എന്ത് ചോദിച്ചിട്ടും മറുപടിയില്ല. ഷീ വാസ് ടോട്ടലി ബ്ലാങ്ക്. അവളുടെ ഡിപ്രഷൻ കണ്ടപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് വിളിച്ചു ചോദിച്ചു. എന്തെങ്കിലും സംഭവിച്ചായിട്ട് അവർക്ക് ഒരറിവുമില്ല. രാത്രിയായപ്പോൾ നല്ല ടെമ്പറേച്ചർ, മരുന്ന് കൊടുത്തിട്ട് കഴിച്ചില്ല. നിർബന്ധിച്ചപ്പോൾ മട്ടുമാറി, കരച്ചിലും ബഹളവും, പിന്നെ വയലന്റ് ആവാൻ തുടങ്ങി. നീ നാട്ടിലുണ്ടല്ലോ എന്ന് ഓർത്തപ്പോഴാ ധൈര്യം വന്നു. നേരെ ഇങ്ങോട്ട് പോന്നു. സണ്ണി, നീ വന്ന് അവളെ ഒന്ന് കാണണം. ഇവനും ആകെ പേടിച്ചിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ. വാ. മോളില കം. രേഷ്മ, രേഷ്മ, അപ്പച്ചനും അമ്മച്ചിയും ഇല്ലാത്തതിന്റെ വിഷമം ഒരിക്കൽ പോലും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല. എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടിയാണ് ഞാൻ അവളെ വളർത്തിയത്. എന്നിട്ടും സണ്ണി, എന്റെ മോള്. മുഖം കറുപ്പിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അച്ഛൻ ഇന്ന് വരെ രേഷ്മയോട്. ലാളിച്ച് വഷളാക്കാന്ന് ഞാനേ എപ്പോഴും കുറ്റം പറയാറ്. എന്തും തുറന്നു പറയുന്ന പ്രകടനമായിരുന്നു അവൾക്ക്. കോളേജിൽ നടക്കുന്ന നിസ്സാര കാര്യങ്ങൾ വരെ ഇവിടെ വന്ന് ഇവളോട് വിസ്തരിച്ച് പറയുന്നത് കേൾക്കാം. പഠിക്കാൻ എങ്ങനെയായിരുന്നു രേഷ്മ? പഠിപ്പിൽ മാത്രമല്ല, മ്യൂസിക്, ലിറ്ററേച്ചർ, ഈ ഭൂമിയിൽ അവൾക്ക് താല്പര്യമില്ലാത്ത ഒരു സബ്ജക്റ്റും ഇല്ലായിരുന്നു. എക്സാം വിചാരിച്ചതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ചില കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകാം, ഒരു സഡൻ ഡിപ്രഷൻ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അവൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി മരിച്ചത്. അന്ന് അമ്മച്ചിയുടെ ബോഡി പള്ളിയിലേക്ക് എടുക്കുമ്പോൾ ഇതുപോലെ ഹിസ്റ്ററിക്കായി. 2-3 ദിവസം പെട്ടെന്ന് മാറുകയും ചെയ്തു. പിന്നിപ്പോഴാ. റോയുടെ ഫാമിലിയിൽ ഇതിനു മുമ്പ് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിലില്ല. ഇനി എന്തെങ്കിലും കണ്ട് പേടിച്ചതാവോ സണ്ണി? ഒരു പക്ഷെ അങ്ങനെ ആവാം. നാട്ടിലേക്ക് വരുമ്പോൾ ട്രെയിനിൽ വെച്ച് എന്തെങ്കിലും ഷോക്കിംഗ് ഇൻസിഡന്റ് കണ്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കണമെന്നില്ല റീസൺ. നമ്മുടെയൊക്കെ മനസ്സ് നമ്മൾ ചിന്തിക്കുന്ന വഴിയിലൂടെ ഒരിക്കലും സഞ്ചരിക്കാറില്ലല്ലോ.
എന്നെ ശാലിനി വന്നു. ദേ, എന്നെ ശാലിനി വന്നു. എന്നെ ശാലിനി വന്നു. ശാലിനി അല്ല, ഇതെന്റെ ശാലിനി അല്ല, എന്റെ ശാലിനി ഇതല്ല. രേഷ്മ, രേഷ്മ, come. രേഷ്മ, രേഷ്മ, look here. ഇത് കണ്ടിട്ട് രേഷ്മയ്ക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും രൂപങ്ങളോ? ഇത് കണ്ടിട്ടോ? Come on, take it inside. ഈ റോഷാക്ക് കാർഡിൽ കണ്ട ഏതോ ഒരു പർട്ടിക്കുലർ വിഷ്വലുമായിട്ട് അവൾ എന്തോ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ സ്കീറ്റ്സോഫ്രെനിയ ഇങ്ങനെ റിയാക്ട് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത ഏതോ ഒരു ഇൻസിഡന്റ് കണ്ടതിൽ നിന്നുള്ള ഷോക്കുമാവാം. ഏതായാലും കുറച്ച് ദിവസം കൂടി ഒബ്സർവ് ചെയ്തേ പറ്റൂ. അതുവരെ രേഷ്മ ഇവിടെ നിൽക്കട്ടെ. സണ്ണി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ അവളെപ്പോലൊരു പെൺകുട്ടി എന്തായാലും ഭ്രാന്താശുപത്രി എന്നല്ലേ പേര്. അതുകൊണ്ട് റോയ്, നീ ഒരു ഡോക്ടറാണെന്നുള്ള കാര്യം മറക്കണ്ട. അവളെന്റെ പെങ്ങളല്ലേടാ. അഡ്മിറ്റ് ചെയ്യണ്ട. ഞാനും റീനയും തൽക്കാലം എവിടെയെങ്കിലും ഒരു വീടെടുക്കാം. അവിടെ നിർത്തി. രേഷ്മ വളരെ വയലന്റ് ആണ്. നിന്നെ കൊണ്ടോ റീനെ കൊണ്ടോ അവളെ ഇപ്പം മാനേജ് ചെയ്യാൻ പറ്റില്ല. തന്നെയുമല്ല, നീ ഹോസ്പിറ്റലൊക്കെ വിട്ട് ഇവിടെ വന്ന് ഇവിടെയാണെന്ന് ആരും അറിയണ്ട. ഞാനുണ്ടാവുമല്ലോ ഫുൾ ടൈം ഇവിടെ. രേഷ്മ എൻ്റെയും പെങ്ങളല്ലേ. മെഡിക്കൽ കോളേജിൽ റോയ് എൻ്റെ സീനിയർ ആയിരുന്നു. റാഗിങ്ങിൻ്റെ ഉടക്കിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ടത്. ഒടുവിൽ ഞങ്ങൾ വീട്ടുകാരെ പോലായി. അമ്മച്ചി ഉണ്ടാക്കുന്ന കൊഞ്ചും കരിമീനും കഴിക്കാൻ അവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. ചിലപ്പോൾ ഈ രേഷ്മ ഉണ്ടാവും കൂടെ. അന്നൊക്കെ ഈ രേഷ്മ എന്ത് മിടിക്കായിരുന്നറിയാം. പുഴയിൽ മീൻ പിടിക്കാനും മാവിൽ കല്ലെറിയാനും ഒക്കെ ആയിരുന്നു ഉത്സാഹം. പെൺമക്കളില്ലാത്തതുകൊണ്ട് അമ്മച്ചിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാവം കുട്ടി. സണ്ണിച്ചായനെ കണ്ടിട്ട് ആ കുട്ടി തിരിച്ചറിഞ്ഞു. ഹലോ സണ്ണി. ആ വരുന്നു, ഉടനെ വരാം. എന്താ സണ്ണിച്ചായ? ആ കുട്ടി വീണ്ടും വയലന്റ് ആയിരിക്കുന്നു. പോവാ? ആ പോണം. അവിടെ വേറെ ഡോക്ടേഴ്സ് ഇല്ലേ?